മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം നേരായ പാതയിലോ എന്നറിയാൻ ന്യൂസ് മലയാളം ഒരു സർവേ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ പകുതിയിലേറെ ദുരന്തബാധിതർക്കും തൃപ്തി എന്നാണ് കണക്കുകൾ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ കരുണാപൂർവ്വം പരിഗണിച്ചിട്ടില്ല. നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയായി ജനുവരിയിൽ വീട് കൈമാറും എന്ന് കരുതുന്നവർ വളരെ ചുരുക്കം എന്നും സർവേ റിപ്പോർട്ട് പറയുന്നു. അതേസമയം ഡിസംബറിൽ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൈവിട്ടാലും ദുരന്തബാധിതരെ കേരള സർക്കാർ കടക്കെണിയിലേക്ക് തള്ളിവിടില്ല എന്നും മന്ത്രി പറഞ്ഞു. 4 സോണുകളിലും ആരംഭിച്ച പണി 5ാമത്തെ സോണിലൂടെ പകർത്തി ഡിസംബർ 31-നുള്ളിൽ മറ്റു വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം സാധ്യമാകും. കടമെഴുതി തള്ളാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്രം വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞത്, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുത്താലും ആ കടബാധിതരെ കടത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല. കേരളത്തിലെ ഗവൺമെൻറ് കടത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല. ഏത് വിധത്തിലാണോ അത് പരിഹരിക്കാവുന്നത്, ഒരു ജപ്തിക്കും വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ് നിർവഹിക്കുക തന്നെ ചെയ്യും. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ന്യൂസ് മലയാളം കൃത്യമായും സർവേ നടത്തിയിട്ടുണ്ട്. ഈ സർവേ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലാണ് നമ്മൾ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്? ലക്ഷ്മി, നമ്മൾ ഈ സർവേ നടത്തിയിട്ടുള്ളത് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഗുണഭോക്തൃ പട്ടികയിൽ 402 പേരാണ്. 3 ഫേസുകളിലായി തയ്യാറാക്കിയിട്ടുള്ള 402 പേരാണ് ഈ ഗുണഭോക്തൃ പട്ടികയിലുള്ളത്. ആ 402 പേരിൽ 329 പേരെയും നമ്മൾ നേരിട്ട് ഫോണിൽ വിളിച്ചും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ വയനാട് പ്രതിനിധിയായിട്ടുള്ള ലിനിറ്റും അതോടൊപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൻസനും എല്ലാം തന്നെ പലരെയും നേരിട്ടും കണ്ടും എടുത്തിട്ടുള്ള ഒരു സർവേയാണ്. അങ്ങനെ 329 പേരുടെ അഭിപ്രായമാണ് ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് എല്ലാവരോടും 4 ചോദ്യങ്ങളാണ് പ്രധാനം. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ 2, അതായത് സർക്കാരിൽ നിന്നും പണം വാങ്ങി, അതായത് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ പുറത്ത് വീട് വെക്കാം എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് പണം വാങ്ങിയ ആളുകളാണ് ഓപ്ഷൻ 2. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ എന്നുള്ളതായിരുന്നു. 187 പേർ, 329 പേരിൽ 187 പേരും തൃപ്തരാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തൃപ്തരല്ല എന്ന് പറഞ്ഞത് 103 പേരാണ്. അതിനവർ പറയുന്ന കാരണം അവർ ഉദ്ദേശിച്ച അത്രയും വേഗതയിൽ ഈ പദ്ധതികൾ പോകുന്നില്ല, അല്പം കൂടി വേഗത വേണം എന്നുള്ളതാണ് അവർ ആവശ്യം. അതുകൊണ്ടാണ് അവർ തൃപ്തരല്ല എന്ന് പറയുന്നത്. ഭാഗികമായി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള 39 ആളുകളെയും നമുക്ക് അവരിൽ ആളുകളാണ് ഉള്ളത്. പിന്നീടുള്ള 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സർക്കാർ പറഞ്ഞത് പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ അവർക്ക് 300 രൂപ ദിവസവേതനം ഉൾപ്പെടെ ഉള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്നുള്ളതായിരുന്നു. ആ ആനുകൂല്യങ്ങൾ സർക്കാർ പറഞ്ഞതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടിയിരുന്നോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. അതിൽ 292 പേരും 329 പേരിൽ 292 പേരും ലഭിച്ചു എന്ന് തന്നെയാണ്. 37 പേരാണ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതിനവർ പറയുന്ന കാരണം അത് സർക്കാരിന്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. ആ വീട്ടിൽ മറ്റ് വരുമാനമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടുകൂടിയാണ് അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് കിട്ടാതെ വന്നിട്ടുള്ളത്. പിന്നീട് ഡിസംബറിൽ വീട് നിർമ്മാണം പൂർത്തിയാകുമോ എന്നുള്ളതായിരുന്നു 3ാമത്തെ ചോദ്യം. പൂർത്തിയാകുമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. സർക്കാർ പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ ഇല്ല എന്നുള്ളത് 224 പേരും ഇല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന 76 പേരും അറിയില്ല, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പറയാനില്ല എന്നുള്ള 29 പേരും. 224 പേരും ഇത് ഡിസംബറിൽ പൂർത്തിയാകില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ പദ്ധതി മന്ത്രി ഉൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം സാധാരണ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പോലെ ഒരു മുഴുവൻ സമയവും നടത്താൻ പറ്റില്ല. കാലാവസ്ഥ പലപ്പോഴും പ്രതികൂലമായി വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർ പറയുന്നത് സർക്കാരിന്റെ മെല്ലപ്പോക്ക് മാത്രമല്ല, അതിനകത്ത് ഈ കാലാവസ്ഥയാണ് അതിന്റെ പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവർ അത് പൂർത്തിയാകില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ചോദ്യം 4, കേന്ദ്ര സർക്കാർ ഈ ദുരന്ത ബാധിതരോട്, പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നതാണ്, ദുരന്ത ബാധിതരോട് അനുകൂലമായ ഒരു സമീപനമാണോ സ്വീകരിച്ചത് എന്നായിരുന്നു നമ്മുടെ 4ാമത്തെ ചോദ്യം. അതിൽ 264 പേരും പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും കേന്ദ്ര സർക്കാർ
അനുകൂല നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. കടം എഴുതിത്തള്ളുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനോടൊന്നും തന്നെ അനുകൂല നിലപാടല്ല സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ 37 പേർ അനുകൂല നിലപാട് ആണ് എന്ന് പറയുന്നു. 25 പേർ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്താത്ത 3 പേരുമുണ്ട്. പിന്നീട് നമ്മൾ ഈ ഓപ്ഷൻ 2, അതായത് നേരത്തെ വീടിന് പുറത്ത്, ടൗൺഷിപ്പിന് പുറത്ത് വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ, അവരിൽ 74 പേരെയാണ് നമ്മൾ കണ്ടത്. അതിൽ 70 പേരും അവർ എടുത്ത തീരുമാനം, സർക്കാരിൽ നിന്ന് പണം വാങ്ങാനുള്ള തീരുമാനം ശരിയായി എന്ന് പറയുന്നുണ്ട്. തീരുമാനം ശരിയായില്ല എന്ന് പറയുന്ന 3 പേരും, ഒരാൾ ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. ഈ 3 പേർ തീരുമാനം, പണം വാങ്ങാനുള്ള തീരുമാനം ശരിയായില്ല എന്ന് പറയുന്നത് അവർക്ക് മറ്റു സംഘടനകൾ, നമുക്കറിയാം സർക്കാരിന് പുറകെ മറ്റു ചില സംഘടനകൾ കൂടി, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വീട് വെച്ചു കൊടുക്കാൻ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് വൈകുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ ആ തീരുമാനം ശരിയല്ല എന്ന് പറയുന്നത്. എന്തായാലും ഭൂരിഭാഗം ആളുകളും ഇതിനോട് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തോട് തൃപ്തികരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്.